അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം. ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് പോർഷൻ ആണ് ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം, പ്രാചീന കാലം തൊട്ട് കച്ചവടം നടക്കുന്ന സമയം, അതായത് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈമാറ്റം ചെയ്യുന്ന സമയം തൊട്ട് ഇന്ന് നമ്മൾ ജീവിക്കുന്ന വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി, അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചതാണ് മെഷർമെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്. അപ്പം ആ ഒരു നമ്മുടെ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ നമ്മുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സും മറ്റു പല ടെക്നിക്സും ഒരുപാട് കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷർമെന്റ് ടെക്നിക്സും ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അന്ന് നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ടെക്നോളജി ഒരുപാട് വളർന്നു. കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺ, ഈ ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെഷർമെന്റ് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ പോസിബിൾ ആക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആൻഡ് ബിഫോർ മൂവിങ് ടു ദ മെഷർമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ജനറലൈസ്ഡ് മെഷർമെന്റ് കൺസെപ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് മെഷർമെന്റ്. ആക്ച്വലി ആ ഒരു പ്രോസസ് എന്താണ്? Measurement of a given quantity is essentially an act or the comparison of a physical quantity with a predefined standard. മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അതുമായി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ താരതമ്യം ചെയ്യുന്നു, ഒരു കമ്പാരിസൺ നടത്തുന്നു. അതാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് one can convert the physical variables into meaningful numbers. ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ദാറ്റ്സ് വാട്ട് വി ക്യാൻ കോൾഡ് ആസ് മെഷർമെന്റ്. അപ്പോൾ ഈ മെഷർമെന്റ് പോസിബിൾ ആക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഫിസിക്കൽ മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മീൻസ് ആവശ്യമാണ്. ആ ഫിസിക്കൽ മീൻസിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. Measurement generally involves using an instrument as a physical means for determining a quantity or a variable. അതായത് it's a device for determining the value or magnitude of a quantity or variable. അതായത് മെഷർമെന്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ മീൻസ്, അതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ പോകുന്നത് ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം എന്താണ്. അപ്പൊ മെഷർമെന്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം? അപ്പോൾ ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ്ലി നമുക്ക് ഇവിടെ ഒരു 5 ബ്ലോക്സ് ഉണ്ട്. പ്രൈമറി സെൻസിങ് എലമെന്റ്, വേരിയബിൾ കൺവേർഷൻ എലമെന്റ്, വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്, ഡേറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്, ഡേറ്റ പ്രസന്റിംഗ് ഓർ കൺട്രോളിംഗ് എലമെന്റ്. അപ്പോ ഇതില് ഈ പ്രൈമറി സെൻസിങ് എലമെന്റിലേക്കാണ് നമ്മൾ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ബ്ലോക്കിലേക്ക് ഒരു ഇൻപുട്ട് പോകുന്നത്. അതായത് പ്രൈമറി സെൻസിങ് എലമെന്റ് ആണ് നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റിയുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻ നോക്കുന്നത്. ഓക്കെ, സോ ദ പ്രൈമറി സെൻസിങ് എലമെന്റ്, ദീസ് എലമെന്റ്സ് ഈസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ ക്വാണ്ടിറ്റി അണ്ടർ മെഷർമെന്റ്. ഏത് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത് അതുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് കൊടുക്കുന്നത് പ്രൈമറി സെൻസിങ് എലമെന്റ് ആണ്. ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ നെയിം കേട്ടാൽ തന്നെ അറിയാം. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെൻസ് എ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, ദാറ്റ് ഈസ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് അതർ സെൻസിങ് എലമെന്റ്. ഈ പ്രൈമറി സെൻസിങ് എലമെന്റിന് ഒരു എക്സാമ്പിൾ ആണ് ട്രാൻസ്ഡ്യൂസേഴ്സ്. നമുക്കറിയാം ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണ്? ഫോർ ദ എനർജി കൺവേർഷൻ, വൺ ഫോം ഓഫ് എനർജി ടു അനദറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഇവിടെ യൂസ് ചെയ്യാം. സോ അതൊരു പ്രൈമറി സെൻസിങ് എലമെന്റ് ആണ്. രണ്ടാമത് വേരിയബിൾ കൺവേർഷൻ എലമെന്റ് അല്ലെങ്കിൽ കൺവേർഷൻ. ആ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ദിസ് എലമെന്റ് കൺവേർട്സ് വൺ ഫോം ഓഫ് ദ ഡേറ്റ ടു അനദർ ഫോം, ബട്ട് ദ ബേസിക് ഇൻഫർമേഷൻ ക്യാരിഡ് ഓവർ ബൈ ദ ഡേറ്റ ഈസ് പ്രിസർവ്ഡ്. ഒരു ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ഡേറ്റ റെപ്രസെന്റേഷനെ മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ അതിന്റെ ബേസിക് സ്ട്രക്ചർ എപ്പോഴും അല്ലെങ്കിൽ ആ ഡേറ്റ എന്താണ് സൂചിപ്പിക്കുന്നത് അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഡേറ്റ കൺവേർഷൻ എലമെന്റ്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടേഴ്സ്, വോൾട്ടേജ് ടു കറന്റ് കൺവേർട്ടേഴ്സ്, അതുപോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു അനലോഗ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് ADC ആൻഡ് DAC ഒക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രൈമറി സെൻസിങ് എലമെന്റ് ആൻഡ് ഡേറ്റ കൺവേർഷൻ എലമെന്റ്. ഈ നെക്സ്റ്റ് വരുന്നതാണ്
ഡേറ്റ മാനിപ്പുലേഷൻ എലമെന്റ്. ഇപ്പൊ നമ്മൾ ഡേറ്റ സെൻസ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്താണോ അതിനെ നമ്മൾ സെൻസ് ചെയ്തു, അതിനെ നമുക്ക് ആവശ്യമുള്ള ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ദെൻ ദിസ് എലമെന്റ് ചേഞ്ചസ് ദ ലെവൽ ഓഫ് സിഗ്നൽ പ്രിസർവിംഗ് ഇറ്റ്സ് ബേസിക് നേച്ചർ. അതായത് ഇപ്പൊ നമ്മൾ കൺവേർഷൻ നടത്തി വരുന്ന സിഗ്നൽ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുമ്പം ചിലപ്പം അതിന് വളരെ സ്ട്രെങ്ത് കുറവായിരിക്കും. അതായത് ഒരു ഫർദർ പ്രോസസ്സിംഗ് ആ സിഗ്നലിൽ അല്ലെങ്കിൽ ആ ഡേറ്റയിൽ നടത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രെങ്ത് കൊണ്ട് പറ്റില്ല. അതിന് നമ്മൾ അതിന്റെ ആ ഒരു എനർജി കൂട്ടണം. സോ അതിന് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യാം, അറ്റുനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറ്റുനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡുലേഷൻ നടത്താം, അങ്ങനെ പല പ്രൊസീജിയേഴ്സും ചെയ്യാം. സോ അത് ചെയ്യാൻ പോകുന്നതാണ് ഡേറ്റ മാനിപ്പുലേഷൻ എലമെന്റ്. ഇറ്റ് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ്സ് ദാറ്റ് സിഗ്നൽ, ദാറ്റ് കൺവേർട്ടഡ് സിഗ്നൽ. ദെൻ ഡേറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ഇപ്പോ നമ്മുടെ കയ്യിൽ നമ്മളുടെ ആ ഒരു മാനിപ്പുലേറ്റഡ് സിഗ്നൽ ഉണ്ട്. അപ്പൊ ഈ മാനിപ്പുലേറ്റഡ് സിഗ്നൽ നമുക്ക് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ ദ ഡേറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്. ദിസ് എലമെന്റ് പ്രൊവൈഡ്സ് എ ട്രാൻസ്മിഷൻ ചാനൽ. ഓക്കെ, നമുക്കറിയാം ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചാനൽ വേണം. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇപ്പൊ മോസ്റ്റ്ലി കോമൺ ആയിട്ട് വരുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, കോയാക്സിയൽ കേബിൾസ്, ട്രാൻസ്മിഷൻ ലൈൻസ്, ഇതിൽ കൂടെ എല്ലാം നമുക്ക് ട്രാൻസ്ഫറിംഗ് ഓഫ് ദ സിഗ്നൽസ് നടക്കും. ദെൻ ഫൈനലി ഡേറ്റ പ്രസന്റിംഗ് എലമെന്റ്. ഇപ്പം ഇത്രയും നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, ഇത്രയും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫൈനലി ഡേറ്റ പ്രസന്റിംഗ് ഓർ കൺട്രോളിംഗിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഈ ഒരു ക്വാണ്ടിറ്റി ടു ബി മെഷേർഡിനെ നമ്മൾ ഇത്രയും ചേഞ്ചസ് വരുത്തി. ഇനി നമുക്ക് ആ ചേഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്തായിരുന്നു എന്ന് നമുക്ക് അറിയണം. സോ ഡേറ്റ പ്രസന്റിംഗ് ഓർ കൺട്രോളിംഗ് എലമെന്റ്. ഡേറ്റ പ്രസന്റിംഗ് ഓർ കൺട്രോളിംഗ് എലമെന്റിനകത്ത് is used to either store or display the signal receiver. മാനിപ്പുലേറ്റ് ചെയ്ത ആ ഒരു സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്യണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് അറിയാം CRO. CRO ഉണ്ട്, റെക്കോർഡർ, ഡിജിറ്റൽ ഡിസ്പ്ലേസ്, പ്ലോട്ടേഴ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു മാനിപ്പുലേഷൻ എങ്ങനെയാണോ, നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി എന്തായിരുന്നു എന്ന് എക്സാക്ട്ലി റെപ്രസെന്റ് ചെയ്യും, വിഷ്വലി റെപ്രസെന്റ് ചെയ്യിക്കാൻ ഇതിന് സാധിക്കും. സോ അതാണ് ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. വി ഹാവ് എ പ്രൈമറി സെൻസിംഗ് എലമെന്റ്, വേരിയബിൾ കൺവേർഷൻ എലമെന്റ്, വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്, ഡേറ്റ ട്രാൻസ്മിഷൻ, ദെൻ ഫൈനലി ദ ഡേറ്റ പ്രസന്റിംഗ്. ഓക്കെ, സോ അതാണ് ഒരു ജനറലൈസ്ഡ് മെഷർമെന്റ് സിസ്റ്റം. ഇനി മെഷർമെന്റ് സിസ്റ്റത്തിന് നമുക്ക് പല തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതിലൊന്നാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു മെഷർമെന്റ് സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ കണ്ടീഷൻസ് ഷുഡ് നോട്ട് വേരി വിത്ത് ടൈം ആയിരിക്കണം. അപ്പം ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടേംസ് ആണിത്. ആക്യുറസി ആൻഡ് പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി ആൻഡ് റെസൊല്യൂഷൻ, ത്രെഷോൾഡ്, ഡ്രിഫ്റ്റ്, റീപ്രൊഡക്സിബിലിറ്റി ആൻഡ് റിപ്പീറ്റബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ആക്യുറസി മീൻസ് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്. നമുക്കറിയാം ഒരു വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ വരാം. ബിക്കോസ് നത്തിങ് ഇസ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മെഷർ ചെയ്യുമ്പോൾ അതിന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പോൾ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്, എന്നാലും ആ ഒരു എക്സാക്ട് വാല്യൂവിന് അടുത്തേക്ക് എത്തുന്നുണ്ടോ, അതാണ് ആക്യുറസി. ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓർ കൺഫർമിറ്റി ഇൻ വിച്ച് ദ മെഷേർഡ് വാല്യൂ അപ്രോച്ചസ് എ ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂ നമ്മുടെ ട്രൂ വാല്യൂ, അതായത് എക്സാക്ട്ലി ഉള്ള ആ ഒരു വാല്യൂയിലേക്ക് എത്തുന്നുണ്ടോ, അതാണ് ആക്യുറസി. ദെൻ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ആണ്, പക്ഷേ അത് ട്രൂ വാല്യൂയിലേക്ക് ആവണം എന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് സെയിം വാല്യൂസ് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ വരുന്നുണ്ടോ, അതാണ് പ്രിസിഷൻ. ഓക്കെ, ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് വിത്ത് വിച്ച് റീഡിംഗ് ഇസ് പ്രൊഡ്യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ ദ സെയിം വാല്യൂ ഓഫ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി. സെയിം ഇൻപുട്ട് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ട്രൂ വാല്യൂവിനോട് അടുത്തോ അല്ലെങ്കിലോ സെയിം വാല്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ, അതാണ് പ്രിസിഷൻ. എ ക്വാണ്ടിറ്റി കോൾഡ് പ്രിസിഷൻ ഇൻഡെക്സ് ഡിസ്ക്രൈബ്സ് ഡിസ്പെർഷൻ ഓഫ് റിപ്പീറ്റഡ് റിസൾട്ട് അബൌട്ട് എ സെൻട്രൽ വാല്യൂ. അപ്പം ഈ പ്രിസിഷൻ നമ്മൾ ഐഡന്റിഫൈ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പ്രിസിഷൻ ഇൻഡെക്സ്. ഈ ആക്യുറസി ആൻഡ് പ്രിസിഷനിൽ നമുക്ക് ബെസ്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ആണിത്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇവിടെ രണ്ട് പിക്ചർ ഞാൻ പറയുന്നു. ഇത് പിക്ചർ എ, ഇത് പിക്ചർ ബി.
നമ്മുടെ എക്സാക്ട് എയിം എന്ന് പറയുന്നത് ഈ സെന്ററിൽ ഡോട്ട് ഇടാനാണ്. അപ്പൊ നമ്മളിപ്പം കണ്ണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കുത്തിയിടുന്ന ഒരു പല ഗെയിംസും ഉണ്ട്. അപ്പം അത് ചെയ്യുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ഈ സെന്റർ പോയിന്റിലേക്ക് വരുന്നോ അല്ലെങ്കിൽ സെന്ററിനോട് അടുത്ത് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഡോട്ട് ഇടാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് വളരെ ആക്യുറേറ്റ് ആണ്. അപ്പം ഈ ഒരു പിക്ചറിൽ ഈ ബ്ലാക്ക് ഡോട്ട്സ് ഇട്ടിരിക്കുന്നതെല്ലാം വളരെ ആക്യുറേറ്റ് ആണ്. ബിക്കോസ് നമ്മുടെ എയിം ഈ സെന്റർ സർക്കിളിൽ വരാനായിരുന്നു. അത് വരുന്നുണ്ട്, എന്നാൽ ചിലത് പുറത്തു പോകുന്നുണ്ട്, എന്നാൽ അടുത്ത് വന്നിട്ടുമുണ്ട്. സോ ദാറ്റ്സ് വാട്ട് വി ക്യാൻ കോൾഡ് ആസ് ആക്യുറേറ്റ്. എന്നാൽ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എയിം ഇവിടെ ആയിരുന്നു, പക്ഷെ അവിടെ ഒന്നും തന്നെ വന്നിട്ടില്ല, ഒരു ഡോട്ടും നമുക്ക് അവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ ഡ്രോ ചെയ്ത ഡോട്ട്സ് എല്ലാം തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ എൻക്ലോസ് ചെയ്ത് നിൽക്കുക. അതായത് റിപ്പീറ്റഡ് വാല്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതിനെയാണ് പ്രിസൈസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി നമ്മുടെ എയിമിലേക്ക് എത്തുന്നില്ല, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തിലേക്ക് തന്നെയാണ് വരുന്നത്? ഒരേ വാല്യൂലേക്ക് തന്നെയാണ് വരുന്നത്. അതാണ് പ്രിസിഷൻ. ഓക്കെ, സോ അപ്പം ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഹൈ പ്രിസിഷൻ പ്രിസൈസ് ആണ്. ഒരു സിസ്റ്റം വളരെ പ്രിസൈസ് ആണെന്ന് പറഞ്ഞാൽ അത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആണെന്നല്ല. സോ ഈ പിക്ചറിൽ നോക്കുമ്പോൾ ഇത് ഹൈലി പ്രിസൈസ് ആണ്, പക്ഷെ ആക്യുറേറ്റ് ആണോ? അല്ല. നമ്മുടെ എയിമിലേക്ക് അത് എത്തുന്നേ ഇല്ല, പക്ഷെ ഒരേ വാല്യൂസിൽ തന്നെയാണ് കിടന്ന് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റം പ്രിസൈസ് ആണെന്ന് പറയാം, പക്ഷെ ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ്. A highly precise instrument may be inaccurate. Highly precise ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് എന്താവാം? ഇനാക്യുറേറ്റ് ആവാം, ആക്യുറേറ്റും ആകാം, നിർബന്ധമൊന്നുമില്ല. Accuracy of the instrument can be improved by recalibration, but precision of instrument cannot be improved because it is designed with respect to the time characteristics. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്, വോൾട്ട് മീറ്റർ, അമീറ്റർ, അങ്ങനെയുള്ളതെല്ലാം. അതൊക്കെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യും. ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത് മാക്സിമം എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആക്യുറസി ഓഫ് ദി ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കാലിബ്രേഷൻ വഴി കൂടുതൽ ഇംപ്രൂവ് ചെയ്യാം, പക്ഷെ പ്രിസിഷൻ ഒരിക്കലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതാണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ക്വാണ്ടിറ്റി. ഇൻപുട്ട് ക്വാണ്ടിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയുടെ ചേഞ്ച്. സോ അതാണ് സെൻസിറ്റിവിറ്റി. ഡെൽറ്റ Q0 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് ക്വാണ്ടിറ്റി. ഡെൽറ്റ Q0 ബൈ ഡെൽറ്റ Qi. അതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി. ഇനി ഈ സെൻസിറ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെസല്യൂഷൻ. റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് വിച്ച് ക്യാൻ ബി മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു സിസ്റ്റം നമ്മൾ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എത്ര ചെറിയ വാല്യൂസ് ആണ്, എത്രത്തോളം ചെറിയതായി ആ ഒരു വാല്യൂവിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് വിച്ച് ക്യാൻ ബി മെഷർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ്, അതാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആക്യുറസി, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി ആൻഡ് റെസല്യൂഷൻ. ഇനി ത്രെഷോൾഡ്. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് വഴി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്കൊരു വാല്യൂ തരുള്ളൂ. ആ പർട്ടിക്കുലർ ഇൻപുട്ട് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മിനിമം ഇൻപുട്ട് എന്ന് പറയുന്നത്. ദ മിനിമം ഇൻപുട്ട് ദാറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ഗെറ്റ് ദ മെഷറബിൾ ഔട്ട്പുട്ട് ബൈ ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റ് വഴി നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു മിനിമം ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. ആ മിനിമം ഇൻപുട്ടിനാണ് നമ്മൾ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയേഷൻ. ആ പേര് തന്നെയുണ്ട് ഡ്രിഫ്റ്റ്. വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു ഇൻസ്ട്രുമെന്റ് തരുന്ന ഔട്ട്പുട്ട്, അതിൽ നിന്നുള്ള അതിന്റെ ഒരു ഡീവിയേഷൻ ആണ്. എവിടെ നിന്നും? ഫ്രം ദ ഡിസൈർഡ് വാല്യൂ ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ ഇൻപുട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വാല്യൂവിൽ നിന്ന് അത് മാറുന്നു, അതാണ് ഡ്രിഫ്റ്റ്. ഇനി നമ്മൾ വേറെ രണ്ട് ക്യാരക്ടറിസ്റ്റും കൂടെ ഉണ്ട്. ആ രണ്ട് ക്യാരക്ടറിസ്റ്റിന് ശേഷം ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാം. അടുത്താണ് റീപ്രഡ്യൂസിബിലിറ്റി. ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഇൻ വിച്ച് എ ഗിവൺ വാല്യൂ ഇസ് മെഷർഡ് വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ് ഓവർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് time. And repeatability means degree of closeness in which the
quantity is measured again and again for a given set of reading of an instrument. This is specified in terms of scale reading over a given period of time. Repeatability എന്ന് പറഞ്ഞാൽ റിപ്പീറ്റബിലിറ്റിയും റീപ്രൊഡ്യൂസിബിലിറ്റിയും വളരെ റിലേറ്റഡ് ആണ്. റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യുന്നു. എന്നാൽ സെയിം കണ്ടീഷൻ വിത്ത് ദ സെയിം ഇൻസ്ട്രുമെന്റ്, ഇതേ പ്രൊസീജിയർ നമ്മൾ പല തരത്തിൽ റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, പല സമയം അല്ലെങ്കിൽ സെയിം കണ്ടീഷൻസ്, സെയിം ഇൻസ്ട്രുമെന്റ്, സെയിം പേഴ്സൺ വിത്ത് ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മളത് മെഷർ ചെയ്യാണ്. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ആ വാല്യൂസ് വരുന്നത്. ഓക്കെ, ആ വാല്യൂസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ, മാറ്റങ്ങൾ വരാതിരുന്നാൽ ഏറ്റവും നല്ലത്. അതാണ് റിപ്പീറ്റബിലിറ്റി. പക്ഷേ ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ വേറൊരാള് ചെയ്യുന്നു വിത്ത് ദ ഡിഫറെന്റ് കണ്ടീഷൻസ് ബൈ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്, സെയിം എക്സ്പെരിമെന്റ് തന്നെ ചെയ്യുന്നു പല ഡിഫറെന്റ് കണ്ടീഷൻസ് വെച്ചിട്ട്. ഇവിടെ സെയിം കണ്ടീഷൻസ് ആയിരുന്നു ഇൻസ്ട്രുമെന്റ്സും എല്ലാ കാര്യങ്ങളും, ഓൾ ദ കണ്ടീഷൻസ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ഇവിടെ പല തരത്തിൽ ചെയ്യുന്നു. അപ്പോ എന്താണ് വാല്യൂസ്, ആ ഒരു വാല്യൂസിൽ ഡീവിയേഷൻ ഉണ്ടോ ഇല്ലയോ, അതാണ് റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് റിപ്പീറ്റബിലിറ്റി. സോ a perfect reproducibility means that instrument has no drift. പെർഫെക്റ്റ് ആയിട്ട് റീപ്രൊഡ്യൂസിബിലിറ്റി, അതായത് എക്സ്പെരിമെന്റ്സ് നമ്മൾ പല കണ്ടീഷൻസിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ വലിയ വേരിയേഷൻസ് ഒന്നുമില്ല എങ്കിൽ അത് പെർഫെക്റ്റ് റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് നോ ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് നമുക്കറിയാം, ഇറ്റ്സ് എ ഡീവിയേഷൻ ഫ്രം ദ ഡിസൈർഡ് വാല്യൂ. അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് ഇല്ല എന്നാൽ ഗിവൺ ഇൻപുട്ട് ദ മെഷേർഡ് വാല്യൂസ് ഡി നോട്ട് വേരി വിത്ത് ടൈം. ഡ്രിഫ്റ്റ് ഇല്ല എന്ന് ഒരു സെന്റൻസ് കണ്ടാൽ അതിന്റെ അർത്ഥം ദർ ഇസ് നോ ഡീവിയേഷൻ ഓഫ് ദ മെഷേർഡ് വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ചിട്ട് വാല്യൂസിന് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല. സോ ഇതൊക്കെയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്: ആക്യുറസി ആൻഡ് പ്രിസിഷൻ, ത്രെഷോൾഡ്, സെൻസിറ്റിവിറ്റി, ഡ്രിഫ്റ്റ്, റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് റിപ്പീറ്റബിലിറ്റി. നൗ എറേഴ്സ്. ഇപ്പൊ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഏതൊരു കാര്യം നമ്മൾ എടുത്താലും അതിലൊരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഒരു സിസ്റ്റവും എക്സാക്ട്ലി കോപ്പി ചെയ്യാനോ മാനുഫാക്ചർ ചെയ്യാനോ പറ്റില്ല, എന്തെങ്കിലും ഒക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. സോ നമ്മളിപ്പോ മെഷർ ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റി ആക്ച്വൽ വാല്യൂ ആയിരിക്കില്ല നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാവാം. അതാണ്, ആ ഡീവിയേഷനാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡീവിയേഷൻ ഫ്രം ദ ട്രൂ വാല്യൂ ഓഫ് ദി മെഷേർഡ് വാല്യൂ. മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് എറേഴ്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ട്രൂ ഓർ ആക്ച്വൽ വാല്യൂ ആൻഡ് ദി മെഷേർഡ് വാല്യൂ. സെയിം മീനിങ് ആണ് രണ്ട് സെന്റൻസിനും ഉള്ളത്. ഡീവിയേഷൻ ഫ്രം മെഷേർഡ് വാല്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ ദി ട്രൂ വാല്യൂ ആൻഡ് ദി മെഷേർഡ് വാല്യൂ, ഡീവിയേഷൻ ഫ്രം ദി ട്രൂ വാല്യൂ. അപ്പോ ഈ എറേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു എറർ ആണ് ആബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് എറർ. ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ദി ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. ഞാൻ അതിനെ ഡെൽറ്റ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. അതിന് ഞാൻ എപ്സിലോൺ 0 എന്നും ഡിനോട്ട് ചെയ്യുന്നു. നൗ ഡെൽറ്റ എ ക്യാൻ ബി കോൾഡ് ആസ് ആബ്സല്യൂട്ട് സ്റ്റാറ്റിക് എറർ ഓഫ് ക്വാണ്ടിറ്റി എ. ക്വാണ്ടിറ്റി എ ആണ് ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ മെഷേർഡ് വാല്യൂ ഞാൻ AM എന്ന് എടുത്തു, ട്രൂ വാല്യൂ എന്ന് പറയുന്നത് AT. അപ്പോ ആബ്സല്യൂട്ട് സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എ ആണ്. നൗ റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ. റേഷ്യോ ബിറ്റ്വീൻ ആബ്സല്യൂട്ട് എറർ ആൻഡ് ട്രൂ വാല്യൂവിനെയാണ് റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആബ്സല്യൂട്ട് എറർ എന്താണെന്ന് അറിയാം. We have already found that delta A by 80. That's the true value of the quantity. So ഈ ഡെൽറ്റ എ ഞാൻ എപ്സിലോൺ 0 എന്ന് എടുത്തു, ഓൾറെഡി അവിടെ കണ്ടതാണ്, ബൈ 80. സോ റിലേറ്റീവ് സ്റ്റാറ്റിക് എററിനെ എനിക്ക് ഡെൽറ്റ എ 80 എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ പ്രീവിയസ്ലി നമ്മൾ കണ്ടു ഡെൽറ്റ എ ആബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് സ്റ്റാറ്റിക് എററിനെ ലിമിറ്റിംഗ് എററിനെ നമുക്ക് AM മൈനസ് 80, അതായത് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഇവിടെ ഞാൻ ATക്ക് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുകയാണ്. AT ഈക്വൽ ടു AM മൈനസ് ഡെൽറ്റ എ. ദെൻ റീപ്ലേസിംഗ് ഡെൽറ്റ എ. ഡെൽറ്റ എ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തു. ഈ ഇക്വേഷൻ അല്ല,
ER equal to delta A by 80 എന്നാണ്. സോ നമുക്ക് ഡെൽറ്റ എ ആണ് വേണ്ടത്. ഡെൽറ്റ എ എന്ന് പറയുന്നത് ER 80. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്തു. ദെൻ ഇവിടെ നിന്ന് നമുക്ക് 80ക്ക് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അതെന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് റിലേറ്റീവ് എറർ. സോ ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് can be 80 equal to AM by 1 plus epsilon R. Okay, now absolute static error നമുക്കറിയാം അത് ഡെൽറ്റ എ ആണ്. ഡെൽറ്റ എ എന്ന് പറയുന്നത് ഈക്വൽ ടു എപ്സിലോൺ 0 നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വളരെ വളരെ ചെറുതാണെങ്കിൽ എന്ത് പറ്റും? മെഷേർഡ് വാല്യൂം ട്രൂ വാല്യൂം തുല്യമായിട്ട് വരും. അതായത് സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആവുകയാണ്. ഇതിനൊരു ഡീവിയേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് എറർ ക്രിയേറ്റ് ആവുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ സിസ്റ്റം പെർഫെക്റ്റ് ആവും, അവിടെ എറേഴ്സ് ഉണ്ടാവുന്നില്ല. നൗ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 80 ട്രൂ വാല്യൂ ഈക്വൽ ടു AM മൈനസ് 80 എപ്സിലോൺ R ആണ്. ഇവിടെ 80 നൗ ഇറ്റ് ബിക്കംസ് AM മൈനസ് AM എപ്സിലോൺ R. അതായത് ഈ ഒരു കണ്ടീഷൻ AM-ഉം 80-യും മെഷേർഡ് വാല്യൂയും ട്രൂ വാല്യൂയും ഈക്വൽ ആവുന്ന സമയത്ത് ഇത് AM മൈനസ് AM ഇൻറ്റു എപ്സിലോൺ R എന്ന് വരും. സോ ട്രൂ വാല്യൂ ക്യാൻ ബി റിട്ടേൺ ആസ് AM ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ R. സോ രണ്ട് കണ്ടീഷൻ ആണ്. അവിടെ ഈ ഒരു കണ്ടീഷൻ ഇല്ല. AM അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 80 വരുമ്പോൾ നമുക്ക് ട്രൂ വാല്യൂവിനെ AM 1 മൈനസ് എപ്സിലോൺ R എന്ന് എഴുതാം. നൗ നമ്മുടെ റിലേറ്റീവ് എററിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. AM മൈനസ് 80 ബൈ 80 എഴുതാം. നൗ AM മൈനസ് 80 എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ എ ആണ്. സോ ഡെൽറ്റ എ ബൈ 80. സോ റിലേറ്റീവ് എററും ആബ്സല്യൂട്ട് എററും ഈ ഒരു കണ്ടീഷനിൽ രണ്ട് ഇക്വേഷൻസ് വരും. അത് ഇതൊക്കെയാണ്. ഓക്കെ, നൗ റിലേറ്റീവ് പെർസെന്റേജ് എറർ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്തൊക്കെയാണ് ആ റിലേറ്റീവ് പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്? നമ്മൾ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഓൾറെഡി ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് AM മൈനസ് 80 ബൈ 80 ഇൻറ്റു 100. അതെന്ന് പറയുന്നത് ഡെൽറ്റ എ ബൈ 80 ഇൻറ്റു 100ന് ഈക്വൽ ആണ്. വിച്ച് മീൻസ് ഡെൽറ്റ എ ബൈ 80 എന്ന് പറയുന്നത് എപ്സിലോൺ R ആണ്. AR ഇൻറ്റു എപ്സിലോൺ R ഇൻറ്റു 100. നൗ ഇതേ പ്രൊസീജിയർ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് ട്രിക്സ് ആവശ്യമുണ്ട്. സോ റിലേറ്റീവ് എറർ ഏതൊരു റീഡിങ്ങിലും എത്ര ഡീവിയേഷൻ ഉണ്ട്, ട്രൂ വാല്യൂയിൽ നിന്നും എത്ര ഡീവിയേഷൻ ഉണ്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ഈ ഒരു ഫോർമുല ഉപയോഗിച്ച്. ഫുൾ സ്കെയിൽ വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏത് റീഡിങ്ങിലുള്ള റിലേറ്റീവ് എറർ ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അത് ആ ടേം ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇൻറ്റു ഓർ മൾട്ടിപ്ലൈഡ് ബൈ പെർസെന്റേജ് റിലേറ്റീവ് എറർ ഓഫ് ഫുൾ സ്കെയിൽ. ഓക്കെ, ഇതാണ് ഫോർമുല. Full scale by x multiplied to percentage relative error of the full scale.